കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വനിതാ സംവരണമല്ല, ഭരണഘടനാ വിരുദ്ധമായ അതിർത്തി നിർണയമാണെന്ന് സോണിയാഗാന്ധി. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ തുല്യത ഉറപ്പാക്കി വേണം. തെരഞ്ഞെടുപ്പ് സമയത്ത് വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണ്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചിട്ടും പ്രധാനമന്ത്രി നിരസിച്ചുവെന്നും സോണിയാഗാന്ധി. ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയ നിലപാട് പങ്കുവച്ചത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ദ ഹിന്ദു പത്രത്തിലെ എഡിറ്റോറിയലിലാണ് യഥാർത്ഥത്തിൽ വനിതാ സംവരണമല്ല ഡീലിമിറ്റേഷനാണ് പ്രശ്നമെന്ന് സോണിയാഗാന്ധി പറയുന്നത്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഡീലിമിറ്റേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിൽ നിന്നുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണോ സോണിയാഗാന്ധി ആക്ഷേപിക്കുന്നത്? അരുൺ, വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസിനെതിരെ ഇപ്പോൾ BJPയും NDAയും ഭരണപക്ഷവും ഉന്നയിക്കുന്ന പ്രധാന ആരോപണം കോൺഗ്രസ് വനിതാ സംവരണത്തിന് എതിരാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സോണിയാഗാന്ധി അതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. വനിതാ സംവരണത്തിലല്ല, മറിച്ച് മണ്ഡല പുനർനിർണയത്തെയാണ് കൃത്യമായി തന്നെ എതിർക്കുന്നത് എന്ന നിലപാടാണ് സോണിയാഗാന്ധി പങ്കുവയ്ക്കുന്നത്. മണ്ഡല പുനർനിർണയം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ തുല്യത പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് സോണിയാഗാന്ധി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ബില്ല് തന്നെ കൊണ്ടുവരുന്നത്. പശ്ചിമ ബംഗാളിലെയും ഒപ്പം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വേണം ബില്ല് കൊണ്ടുവരാനുള്ള ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. അത് മാത്രമല്ല, സർവകക്ഷി യോഗം അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം വിളിക്കണം എന്ന ആവശ്യവും പൂർണ്ണമായും നിരാകരിക്കുകയാണ്. മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ സ്വാഭാവികമായും സെൻസസ് പൂർത്തിയായ ശേഷം മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് 2021 നടക്കേണ്ട സെൻസസ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വൈകിപ്പിച്ചിരിക്കുന്നു. പല ആൾക്കും ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യം നഷ്ടപ്പെട്ടു. ആ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഒപ്പം കുടുംബാസൂത്രണവും ഒപ്പം ചെറിയ സംസ്ഥാനങ്ങളും കുടുംബാസൂത്രണം കൃത്യമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ, ചെറിയ സംസ്ഥാനങ്ങളടക്കെ വലിയ തരത്തിൽ നഷ്ടം ഉണ്ടാകാതെ തന്നെ വേണം ഈ മണ്ഡല പുനർനിർണയം എന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കുന്നു. സെൻസസ് നടക്കുമ്പോൾ ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വിമർശനം എന്താണെങ്കിലും സോണിയ ഉയർത്തുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ഡല പുനർനിർണയമാണ്. ലോക്സഭാ സീറ്റുകൾ 816 കേരളത്തിലെ നിയമസഭാ സീറ്റ് അത് 210 ഒക്കെ ഉയർന്ന സാഹചര്യമുണ്ട്. 50% വർധനവ് സീറ്റുകൾ ഉണ്ടാകും എന്നാണ് പുതിയ മാനദണ്ഡം വരുമ്പോൾ പ്രാവർത്തികമാകുക. സ്വാഭാവികമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മണ്ഡല പുനർനിർണയം എന്നാണ് കോൺഗ്രസ് ഇതിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. എന്താണെങ്കിലും വനിതാ സംവരണത്തിന് കോൺഗ്രസ് എതിരില്ല, മറിച്ച് ഈ മണ്ഡല പുനർനിർണയം അത് കൃത്യമായി നടക്കാത്തതിലുള്ള എതിർപ്പാണ് എന്താണെങ്കിലും സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. 16, 17, 18 തീയതികളിലാണ് പ്രത്യേക സമ്മേളനം വിളിച്ച് വനിതാ സംവരണ ബിൽ സർക്കാർ ചർച്ചയ്ക്കെടുക്കുകയും പാസ്സാക്കാനും പോകുന്നത്. അരുൺ, ഡീലിമിറ്റേഷൻ ആൻഡ് നോട്ട് വിമൻ റിസർവേഷൻ ഈസ് ദ ഇഷ്യൂ എന്ന തലക്കെട്ടോടുകൂടിയാണ് സോണിയാഗാന്ധി ദ ഹിന്ദുവിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.